സംസ്ഥാനത്ത് 97% റോഡ് അപകടങ്ങളും വാഹനം ഓടിക്കുന്നതിലെ പിഴവുകൊണ്ടാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നു. യന്ത്ര തകരാറ് കൊണ്ടുള്ള അപകടങ്ങൾ 1% താഴെ മാത്രമാണ്. താഴത്തങ്ങാടി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ CAGയുടെ കണ്ടെത്തലുകൾക്ക് പ്രാധാന്യമേറുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിലും ട്രാഫിക് നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നതിലും ബന്ധപ്പെട്ട വകുപ്പുകൾ കടുത്ത അലക്ഷ്യം കാണിക്കുന്നതായി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ 2009 റിപ്പോർട്ട് പറയുന്നു. 18നും 24നും ഇടയിൽ പ്രായമുള്ള ഡ്രൈവർമാർ ആകെ അപകടങ്ങളുടെ 34%നും ഇടയാക്കിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. 97% റോഡ് അപകടങ്ങളുടെയും കാരണം വാഹനം ഓടിക്കുന്നതിലെ പിഴവാണ്. റോഡ് സുരക്ഷാ ഫണ്ടിലെ 24.02 കോടി രൂപയും ചിലവഴിക്കപ്പെട്ടിട്ടില്ല. ഇതിനു പുറമെയാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ. PWD ഏറ്റെടുത്ത 106 റോഡ് നന്നാക്കൽ പദ്ധതികൾ 23 മാസത്തിനു ശേഷവും പൂർത്തിയാക്കിയില്ല എന്നും CAG പറയുന്നു. PWD കണ്ടെത്തിയ 321 അതീവ അപകട മേഖലകളിൽ 187 എണ്ണവും പുനർനിർമ്മിച്ചിട്ടില്ല. 278 ജംഗ്ഷനുകളിൽ ട്രാഫിക് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന റിപ്പോർട്ടിൽ ഗതാഗത കമ്മീഷണർ ഒരു വർഷത്തിനു ശേഷവും നടപടിയെടുത്തില്ല. നിയമലംഘകർക്കെതിരെ കേസെടുക്കാനും ലൈസൻസ് തടഞ്ഞുവെക്കാനും പോലീസും മോട്ടോർ വാഹന വകുപ്പും വിമുഖത കാണിക്കുന്നുവെന്നും CAG കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് 42,994 കേസുകൾ കണ്ടെത്തിയെങ്കിലും ഇവയിൽ 2% മാത്രമാണ് അപകട കാരണം മദ്യപിച്ചുള്ള ഡ്രൈവിംഗായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 11 സ്പീഡ് ചെക്ക് റഡാറുകൾ പ്രവർത്തനരഹിതമാണ്. 79 ബ്രത്ത് അനലൈസറുകൾ കുറഞ്ഞ നിലവാരത്തിലുള്ളതാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു.